അമ്മ എനിക്കൊരു ചായ തരുമോ? ഇത് മുട്ടയല്ല, ഇത് എനിക്ക് നല്ലൊരു പണി കിട്ടി. നമസ്കാരം ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജിതിൻ BJ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് വീഡിയോയിലൊന്നുമില്ല. ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. ഒരു 1.5 കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, പറഞ്ഞ കാര്യം ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കാമെന്ന് ഓർത്തിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കൊള്ളാണ്ടിരുന്നാൽ മതി. ചിലപ്പോൾ ആദ്യം തന്നെ ചോദിക്കും, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതായിരിക്കും ചോദിക്കാൻ പോണേ. ഓക്കെ. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ നമ്മുടെ എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പ് എനിക്കിവിടെ ഒരു കൊറേഷൻ അമ്മയുണ്ട്, സിൽവിയ. അപ്പോൾ സിൽവിയുടെ അടുത്ത് പോകണം. അവിടെ എന്തൊക്കെയോ എനിക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് നേരെ എയർപോർട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. തുറക്ക്. ഹായ്, ഇതാണ് ഞാൻ പറഞ്ഞ സിൽവിയ. ആൻ്റണി, ഇതാണ് ആൻ്റണി. ഇത് മ്യാവ്. മ്യാവ്. യെസ്, മ്യാവ്. See you. Bye. 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 Take care. Bye. See you after 3 weeks. അപ്പോൾ ഗായ്സ്, നമ്മുടെ എൻ്റെ ഫ്രണ്ട് സരും വന്നിട്ടുണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി, എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ. ഇവിടെ പതിയെ പോകണം, കൊല്ലാൻ കൊണ്ടുപോലെ. ഓക്കെ, ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട് എയർപോർട്ടിൽ? ഇവിടുന്ന് ഒരു 20 മിനിറ്റ്. ഓക്കെ, 20 മിനിറ്റ്. ഞാൻ അതിന് മുമ്പ് എത്തിക്കാൻ നോക്കല്ലേ? ഓക്കെ. അപ്പോൾ ഗായ്സ്, നമുക്കിനി നാട്ടിൽ ചെന്നിട്ട് ബാക്കി വഴി എടുക്കും. ഓക്കെ, സി യു, ബൈ. ഞാൻ മുട്ട ചേർന്നു. നമ്മള് എയർപോർട്ടിലെത്തി. ഇതാണ് ഇവിടുത്തെ എയർപോർട്ട്, സാഗ്രിബിലെ. അവിടുത്തെ ചെക്കിംഗ് ഉണ്ടോ? രാജാവിന് ഡിക്കി വഴിമാറാൻ പറയണേ. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇനി കുറച്ച് നേരം താഴത്ത് പോയി പോസ്റ്റ് അടിച്ചിരിക്കാം. എനിക്ക് നല്ലൊരു പണി കിട്ടി. ക്രൊയേഷ്യയിൽ നിന്ന് ജർമ്മനി ടു ഡൽഹി ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മുടെ ജർമ്മനി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഒരു മെയിൽ ഞാൻ ചെക്ക് ചെയ്തത്. മെയിൽ 6:30 എനിക്ക് വന്നത്. ഞാൻ സാഗ്രിബിൽ നിന്ന് കയറിയത് 6:30 ആ ഒരു സമയത്ത് എനിക്ക് മെയിൽ വന്നേക്കണം എയർ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായി. പിറ്റേ ദിവസം പുതിയതിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. പിറ്റേ ദിവസം 12 മണിക്ക്, ഉച്ചക്ക് 12 മണിക്കത്തേക്ക് അവർ ടിക്കറ്റ് ചേഞ്ച് ചെയ്ത് തന്നു. അത് ഞാൻ ജർമ്മനി വന്നപ്പോഴാണ് ഞാൻ ആ സംഭവം അറിയുന്നത്.
അത് കഴിഞ്ഞിട്ട് ഞാൻ എയർ ഇന്ത്യയുടെ അവരുടെ കൗണ്ടറിൽ ചെന്നിട്ട് ചോദിച്ചു, ഞാനിത് കാണിച്ചു കൊടുത്തു, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സാർ ഇത് ഒരു കാരണവശാൽ ഇങ്ങനെ ക്യാൻസലായി, അതുകൊണ്ട് നിങ്ങൾക്ക് ഹോട്ടലൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്ത് തരാം, ഹോട്ടൽസും പിന്നെ ഫുഡും എല്ലാം അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എല്ലാം സെറ്റാക്കി അവർ തന്ന്. ഇപ്പം ഞാൻ ഹോട്ടൽ മുറിയിലാണ്. ഇതാണ് അവർ നമുക്ക് തന്നേക്കണ റൂം. പുറത്തേക്കൊക്കെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. എന്താണ് ലോക്കറാ? അതേലോ, ഇത് ലോക്കറാണ്. ലോക്കറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മോനെ, ഇത് ലോക്കർ തന്നെയാണ്. ഇതിൽ സൂക്ഷിക്കാനൊന്നുമില്ല, അതുകൊണ്ട് അത് നമ്മൾ തൊടുന്നില്ല. ഡ്രയറ് ഓക്കെ. പിന്നെ ഇവിടെ കാലിയാണ്, ഒന്നുമില്ല. ടീം ഇറക്കിരിപ്പുണ്ട്. പിന്നെ ലോക്കറാ, ഇത് ലോക്കറല്ല, ഫ്രിഡ്ജാ. ഓക്കെ, കൊള്ളാലോ, ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ. തണുപ്പുണ്ടോ? വർക്കിങ്ങാ. റൂമൊക്കെ നൈസായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഫീലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് 3 ആഴ്ച ലീവ് ഉള്ളൂ. ഇതിൽ 3 ദിവസം ഞാൻ ട്രാവൽ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ കളയുന്നുണ്ട്. ഞാൻ ഇന്നിപ്പോൾ ശനിയാഴ്ച കയറി, ഞായറാഴ്ച 12 മണിക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ്. പിന്നെ ഞാൻ ഡൽഹി ചെന്ന് അവിടെയും പോസ്റ്റ് അടിച്ച് 24-ാം തീയതി തിങ്കളാഴ്ച അവിടെ ചെല്ലുള്ളൂ. നല്ലൊരു വള്ളി. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഭയങ്കര ഷോക്കായിപ്പോയി. ഓക്കെ, അപ്പോൾ നാളെ ഞാൻ എന്താണെങ്കിൽ രാവിലെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഇറങ്ങി എല്ലാം കാണാനുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി ടൈമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് വീഡിയോ കൂടി എടുക്കാം. ജർമ്മനി കണ്ടില്ല, അതും വേണ്ട. ഓക്കെ, ഇതാണ് അവർ നമുക്ക് ഫുഡ് തന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഫ്ലൈറ്റിലെ ഫുഡ് സെയിം സാധനം തന്നെയാണ്. ഫ്ലൈറ്റിൽ എന്തൊക്കെയാണോ ഓർഡർ ചെയ്തേക്കണത് അതൊക്കെ തന്നെയാണ്. ഇത് മുട്ട ആണെന്ന് തോന്നുന്നു, സ്മെല്ല് കേട്ടിട്ട്. നമുക്ക് നോക്കാം. അതെ, മുട്ടയാണ്. ഇനി ഇത് നമുക്ക് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട്, രുചിയുണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്ക് ആദ്യമേ കറി എടുത്ത് ടെസ്റ്റ് അടിക്കാം. ഇതെന്താ കറിയെന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല കേട്ടോ കറി. ഇത് ഫ്ലൈറ്റിലെ ഫുഡ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, സെയിം സാധനമാണ്. ആ ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കിയപ്പോൾ ആ ഫുഡ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ചേട്ടന്മാർ എന്തുള്ളതാണല്ലേ. ഈ മുട്ട എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. മുട്ടയൊന്നും മഞ്ഞില്ലല്ലോ വണ്ട. തണുത്തു വെച്ച മുട്ട. ഇത് മുട്ടയല്ല, ഇത് ചപ്പാത്തി. അതുണ്ടാ ചപ്പാത്തി, വേറെ ഒന്നും പറയാനില്ല. ഞാൻ മുട്ടയാണെന്ന് ഓർത്തിരുന്നത് മണമൊക്കെ കേട്ടപ്പോഴേ. ഇതെന്തിനു ചോദിച്ചാൽ ഇത് എനിക്കൊന്നും പറയാനില്ല. ഇനി ഇതെന്ത് കൊണ്ടായിരുന്നു നോക്കട്ടെ. ഓ മൈ ഗാഡ്, എന്തിട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡാട്ടോ. ഇത് മോരാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. ഇതെന്താണെന്ന്. ഇത് നോർത്തനാണ്, എനിക്കറിയത്തില്ല. അങ്ങനെ ഗൈസ്, നമ്മൾ ഫൈനലി ഡൽഹിയിലെത്തി. ഇനി എനിക്ക് ഇവിടെ നിന്നാണ് അടുത്ത ഫ്ലൈറ്റ്. ഡൽഹി എയർപോർട്ടിൽ ആദ്യമായിട്ടാണ് ഇത് ഇത്ര വലുതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഭയങ്കര വലുതാണ്. അങ്ങനെ
ഓ അങ്ങനെ ഫൈനലി നമ്മൾ കേരളത്തിലെത്തി. ഇനി എൻ്റെ ബാഗ് കളക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നല്ല മഴയാട്ടോ ഇവിടെ. പുറത്ത് നോക്കണം നൈസായിട്ട്. ആ പാട്ടൊന്ന് പഠിക്കേ. പാട്ട് പാടുക റെക്കോർഡിങ്ങോ പാടിക്കോ. അത് എന്നെ പാടി കേൾപ്പിച്ചില്ലേ? ഏത് ലാംഗ്വേജ് ആയിരുന്നു? എന്താ പാട്? എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാണാൻ വേണ്ടി പാട്. എന്നെ കൂട്ടാൻ വന്നവന്മാർ ആരും കൂടെ എത്തിയിട്ടില്ല. അങ്ങനെ ആദർശും ഷാരുഖും. എടാ ആദർശ് എന്താടാ? ആ ആദർശ് ഇറങ്ങി വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോവാം. പിന്നെ ഡ്രസ്സ് എടുക്കാം. അയ്യോ അത് വീഡിയോയിൽ വന്നു. അമ്മീ അങ്ങനെ ഞാൻ രാത്രിയിൽ വീട്ടിലെത്തിയേക്കുവാണ്. ആദർശിനെ ഞാൻ ഫ്രണ്ടിൽ വിടുക കേട്ടോ. പണ്ടാരം ഇവിടെ ഫുള്ള് ഇരുട്ടാ. അവരുടെ ഇരിപ്പുണ്ട് നൈസായിട്ട്. വലിയ അധികം ലോകം മുഴുവനും പട്ടി. നോക്കട്ടെ. കയറി ചെല്ലുവാണേ. വന്നില്ലേ ചൗരി? അമ്മ എനിക്കൊരു ചായ തരുമോ? ഞാൻ വീഡിയോ എടുക്കാം. ഇപ്പൊ ഇറങ്ങും വീഡിയോ. എനിക്ക് പൊക്കം വെച്ചാ നേരാണല്ലോ. എനിക്ക് പൊക്കം വെച്ചടാ. അല്ല എനിക്ക് പൊക്കം കറക്റ്റ്. അച്ഛനെക്കാളും പൊക്കം വെച്ച അച്ഛൻ്റെ അപ്പുക്കുട്ടൻ കുറച്ചോണ്ടിരിക്കും. ഇവന് അപ്പുക്കുട്ട 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 നിനക്കൊന്ന് മനസ്സിലായ? ഞാനിപ്പോ തുറക്കണില്ല. ഇല്ല ആദർശോടെ ഇപ്പൊ ഞാൻ തുറക്കാം. അവൻ പോയിട്ട് തുറക്കാം. അങ്ങനെ നമ്മൾ വലിയൊരു സർപ്രൈസ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി. ഒത്തിരി ഇതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ലെങ്ത് കൂട്ടുണ്ടല്ലോ എന്ന് ഓർത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.